ഇടതുപക്ഷം വെസ്റ്റ് ബംഗാളിൽ സീറ്റ് വിഭജനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ, അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി സംസ്ഥാനത്ത് മുഹമ്മദ് സലീമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇടതുപക്ഷ നേതാക്കൾ സീറ്റ് വിഭജനത്തിനെ കുറിച്ച് വ്യക്തമായ ചർച്ച നടത്താൻ പോകുന്നത്. CPIയുടെ സംസ്ഥാനത്തെ സെക്രട്ടറി സോമൻ ബാനർജിയാണ്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന സെക്രട്ടറി നരേൻ ചാറ്റർജിയും RSPയുടെ സംസ്ഥാന സെക്രട്ടറിയായ വിഷ്ണുനാഥ് ചൗധരിയും RCPയുടെ, അതായത് റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സുഭാഷ് റോയും, അതുപോലെ തന്നെ ബോൾഷെവിക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ചിത്താനാഥും ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും സീറ്റ് വിഭജന ചർച്ചകളിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തികൾ. അവരുടെ നേതൃത്വത്തിലായിരിക്കും സീറ്റ് വിഭജനം കൃത്യമായി നടക്കുക. സീറ്റ് വിഭജനത്തിൽ CPIM കുറഞ്ഞത് 25 സീറ്റുകളിലെങ്കിലും മത്സരിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കോൺഗ്രസുമായി സഖ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണയായിട്ടില്ല. കോൺഗ്രസുമായി ജോഡോ യാത്രയിൽ സഹകരിച്ചു എന്നുള്ളതാണ് CPM ഒടുവിലെടുത്ത ഏറ്റവും വലിയ നിലപാട്. അതിന് കാരണമായത് ജോഡോ യാത്രയുടെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസുമായി ഒരു രീതിയിലും ബന്ധമില്ല എന്ന് കൃത്യമായി തന്നെ അധർ രഞ്ജൻ ചൗധരി പറഞ്ഞതോടുകൂടിയാണ് ഇടതുപക്ഷം ശക്തമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു. പല കാര്യങ്ങളിലും കോൺഗ്രസുമായി CPIM കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ പിന്തുണ അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കോൺഗ്രസും തിരിച്ച് ആ രീതിയിൽ സഹകരിക്കണം എന്നുള്ള കാര്യമാണ്, ആ ഒരു മനോഭാവമാണ് CPIM നേതാക്കൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം മാത്രം മുഹമ്മദ് സലീം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്: കിരാത ഭരണത്തെയും ഗുണ്ടായുസത്തെയും, തൃണമൂൽ ഗുണ്ടായുസത്തെയും അടിച്ചമർത്തുക എന്നുള്ളതാണ് ഇത്തവണത്തെ ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുവേണ്ടിയുള്ള പ്രയാണമാണ്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾ നിരവധി ഏറ്റിട്ടുണ്ടെങ്കിലും ഇടതുപക്ഷം തിരികെ വരും എന്ന് തന്നെയാണ് ബംഗാൾ ജനത പറയുന്നത്. കാരണം യുവജനത, ബംഗാളിലെ യുവത്വം കൃത്യമായും ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് എന്നുള്ളത് അവരുടെ റാലികളിലുള്ള ജനപങ്കാളിത്തം ശ്രദ്ധേയമായ രീതിയിൽ തെളിയിക്കുന്ന ഒരു കാര്യമാണ്. ഇൻസാഫ് റാലിയിലും അതുപോലെ തന്നെ ഇടതുപക്ഷം നടത്തുന്ന സമര പരിപാടികളിലുമൊക്കെ വൻ രീതിയിലുള്ള ജനാവലിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. തീർച്ചയായും അത് വലിയ രീതിയിലുള്ള വിശ്വാസം പകരുന്നൊരു കാര്യമാണ്. വലിയ രീതിയിൽ തൃണമൂൽ ഗുണ്ടകൾ ആക്രമിച്ച ഇടതുപക്ഷ ഓഫീസുകൾ പലതും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമായി മുഹമ്മദ് സലീം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോമൻ ബാനർജിയും ശക്തമായ പിന്തുണ കൊടുത്തിരിക്കുന്നു. അവിടെ വെസ്റ്റ് ബംഗാളിൽ ഏറ്റവും ശക്തമായ മറ്റൊരു ഇടതുപക്ഷ മുന്നണി ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കാണ്. അതായത് നരേൻ ചാറ്റർജിയാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന, അതിൻ്റെ അമരത്തിരിക്കുന്ന വ്യക്തി. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് അതിശക്തമായ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇക്കുറി ഇടതുപക്ഷത്തിനോടൊപ്പം ലക്ഷ്യം വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന് കിട്ടിയെങ്കിൽ പോലും ഇത്തവണ തിരികെ പിടിക്കാൻ കഴിയും എന്നുള്ള വാശി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.